തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടി വന്ന ദൈവവചനം പഠിക്കുവാൻ ഒരു ചെറിയ കൂട്ടമായിട്ട് നമുക്കിങ്ങനെ ഒരു അവസരം ലഭിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷയിലായിരിക്കാം, ഏകാഗ്രതയോടെ ആയിരിക്കാം. അപ്പോൾ ഈ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം ഒന്ന് ചിന്തിച്ചാലോ എന്ന് ഞാൻ കരുതുകയാണ്. നമുക്കെല്ലാവർക്കും ഈ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം ഒന്നെടുക്കാം. അതിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായ പൗലോസും സഹോദരനായ തീമോത്തിയോസും കൊലോസ്യയിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുവിൽ വിശ്വസ്ത സഹോദരന്മാരുമായവർക്ക് എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തെങ്കിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, സ്നേഹനിധിയായ സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് ലഭിച്ച ഈ സമയത്തിനായി സ്തോത്രം. അവിടുത്തെ തിരുവചനം ഏത് ആത്മാവിനാൽ എഴുതപ്പെട്ടുവോ അതേ ആത്മാവിൽ ധ്യാനിക്കുവാൻ നീ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് തിരുവചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ. നിസ്സാരനായ അടിയനെ ബലപ്പെടുത്തണമേ. എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ, ആമേൻ. ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം, പുതിയ നിയമത്തിലെ 21 ലേഖനങ്ങൾ നമുക്കറിയാം. 21 ലേഖനങ്ങൾ 5 പേരുടെ തൂലികയിൽ നിന്നാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. 5 പേരാലാണ് പുതിയ നിയമത്തിലെ 21 ലേഖനങ്ങൾ എഴുതപ്പെട്ടിട്ടുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ ലേഖനങ്ങൾ എഴുതപ്പെട്ടത് അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹായാലാണ്. 14 ലേഖനങ്ങളാണ് പൗലോസ് ശ്ലീഹായുടെ ലേഖനങ്ങളായി നാം കാണുന്നത്. യാക്കോബ് ശ്ലീഹ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. പത്രോസ് ശ്ലീഹ 2 ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. യോഹന്നാൻ ശ്ലീഹ 3 ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. യൂദ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾ നോട്ട് കുറിക്കുന്നവർക്ക് ഞാൻ പ്രത്യേകിച്ച് നോട്ട്സ് തരുന്നില്ല. നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നോട്ട്സ് കുറിക്കുക. പുതിയ നിയമത്തിൽ 21 ലേഖനങ്ങൾ 5 എഴുത്തുകാരാലാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. 21 ലേഖനങ്ങൾ 5 എഴുത്തുകാർ. പൗലോസ് ശ്ലീഹ എഴുതിയ ലേഖനങ്ങൾ 14 എണ്ണം. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 1 എണ്ണം. പത്രോസ് ശ്ലീഹ എഴുതിയ ലേഖനം 2 എണ്ണം. യോഹന്നാൻ ശ്ലീഹ എഴുതിയതായ ലേഖനം 3 എണ്ണം. യൂദായുടെ ലേഖനം 1 എണ്ണം. മാത്രമല്ല, പൗലോസ് ശ്ലീഹ വിശ്വാസത്തിൻ്റെ അപ്പോസ്തലൻ എന്ന് പറയുന്നത്, വിശ്വാസത്തിൻ്റെ അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹായാൽ 14 ലേഖനങ്ങൾ. യാക്കോബ് ശ്ലീഹ പ്രവൃത്തിയുടെ അപ്പോസ്തലൻ എന്നാണ് അറിയപ്പെടുന്നത്. പ്രവൃത്തിയുടെ അപ്പോസ്തലൻ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തത്. പ്രവൃത്തിയുടെ അപ്പോസ്തലനായ യാക്കോബ് ശ്ലീഹായാൽ എഴുതപ്പെട്ട ഒരു ലേഖനം. പത്രോസ് ശ്ലീഹായെ പ്രത്യാശയുടെ അപ്പോസ്തലൻ എന്നാണ് പറയുന്നത്. പ്രത്യാശയുടെ അപ്പോസ്തലൻ. പ്രത്യാശയുടെ അപ്പോസ്തലനായ പത്രോസ് ശ്ലീഹായെ എഴുതപ്പെട്ടതായ 2 ലേഖനങ്ങൾ.
യോഹന്നാൻ ശ്ലീഹ സ്നേഹത്തിൻ്റെ അപ്പോസ്തോലൻ എന്നാണ് അറിയപ്പെടുന്നത്. സ്നേഹത്തിൻ്റെ അപ്പോസ്തോലൻ. സ്നേഹത്തിൻ്റെ അപ്പോസ്തോലനായ യോഹന്നാൻ ശ്ലീഹായിൽ എഴുതപ്പെട്ട ഒരു ലേഖനം യൂദ വിശ്വസ്തതയുടെ അപ്പോസ്തോലനാണ്. വിശ്വസ്തതയുടെ അപ്പോസ്തോലനായ യൂദാ ശ്ലീഹായിൽ എഴുതപ്പെട്ട ഒരു ലേഖനം. ഇങ്ങനെ പല തലങ്ങളിലുള്ള പല ആളുകളിൽ കൂടെ വിവിധ നിലകളിൽ ക്രൈസ്തവ സത്യങ്ങൾ പ്രകാശിപ്പിക്കുന്നതിനാണ് പരിശുദ്ധാത്മാവ് ഇഷ്ടപ്പെടുന്നത്. ഓർക്കണം, പലരിൽ കൂടെ, പല ആളുകളിൽ കൂടെ വിവിധ നിലകളിൽ ക്രൈസ്തവ സത്യങ്ങൾ വെളിപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ഇന്നും നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നാം ഓരോരുത്തരും പല നിലകളിലുള്ളവരാണ്, പല തലങ്ങളിലുള്ളവരാണ്. നമ്മളുടെ സ്വഭാവവും നമ്മളുടെ ഇഷ്ടാനിഷ്ടങ്ങളും നമ്മുടെ അഭിരുചികളും നമുക്കെല്ലാവർക്കും ഒരു വിഷയത്തിലല്ല താല്പര്യമുള്ളത്. ഒരാൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിലല്ല താല്പര്യമെങ്കിൽ മറ്റൊരാൾക്ക് വേറെ ഏതെങ്കിലും ഒരു വിഷയത്തിലായിരിക്കും താല്പര്യം. ഓരോരുത്തർക്കും വ്യത്യസ്തമാണത്. ഇഷ്ടാനിഷ്ടങ്ങളിൽ വ്യത്യാസങ്ങളുണ്ട്, സ്വഭാവത്തിൽ വ്യത്യാസങ്ങളുണ്ട്, ഇഷ്ടപ്പെടുന്നതായ കാര്യങ്ങളും വ്യത്യസ്തങ്ങളാണ്. ചിലർക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്, ചിലർക്ക് യാത്ര ചെയ്യുന്നത് ഒട്ടും ഇഷ്ടമല്ല. അങ്ങനെ ഓരോ കാര്യങ്ങളിലും ഇഷ്ടാനിഷ്ടങ്ങളിൽ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ നമ്മെ എല്ലാവരെയും ഉപയോഗിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളെല്ലാവരിലൂടെയും ക്രൈസ്തവ സത്യങ്ങൾ ഈ തലമുറയ്ക്ക് നൽകുവാൻ, ക്രൈസ്തവ മൂല്യങ്ങൾ ഈ തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുവാൻ, നാം ആയിരിക്കുന്ന മേഖലകളിൽ, നാം ആയിരിക്കുന്ന ഓരോ തലങ്ങളിലും ക്രൈസ്തവ മൂല്യങ്ങൾ പകർന്നു കൊടുക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. നാം എല്ലാവരും വിലയേറിയവരാണ്. നാം ആരും നിസ്സാരരല്ല. നമ്മിലൂടെ എല്ലാം പ്രവർത്തിക്കുവാൻ ഒരു ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നാം ചിന്തിക്കരുത്, എനിക്ക് കഴിവില്ലാത്തവനാണ്, എനിക്ക് സാധിക്കുകയില്ല. നമ്മുടെ കഴിവുകൾ വെച്ചുകൊണ്ട്, നമ്മുടെ അഭിരുചികൾ വെച്ചുകൊണ്ട് നമ്മളിലൂടെ ക്രൈസ്തവ സത്യങ്ങൾ അതിൻ്റെ മൂല്യത്തോടുകൂടെ പകർന്നു കൊടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മിലൂടെ വ്യാപരിക്കുവാൻ കൊതിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ട്. വിശ്വാസത്തിൻ്റെ അപ്പോസ്തോലനായ പൗലോസ്ലീഹായിലൂടെ പ്രവർത്തിച്ചവൻ, പ്രവൃത്തിയുടെ അപ്പോസ്തോലനായ യാക്കോബോസ്ലീഹായിലൂടെ പ്രവർത്തിച്ചവൻ, പ്രത്യാശയുടെ അപ്പോസ്തോലനായ പത്രോസ്ലീഹായിലൂടെ പ്രവർത്തിച്ചവൻ, സ്നേഹത്തിൻ്റെ അപ്പോസ്തോലനായ യോഹന്നാൻ ശ്ലീഹായിലൂടെ പ്രവർത്തിച്ചവൻ, വിശ്വസ്തതയുടെ അപ്പോസ്തോലനായ യൂദായിലൂടെ പ്രവർത്തിച്ചവൻ, ഇന്നും പ്രവർത്തിക്കുന്നവനായ ദൈവമാണ്. ആകയാൽ ആ ദൈവവരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കണം. അപ്പോസ്തലനായ പൗലോസ്ലീഹ AD 64 ഈ ലേഖനം എഴുതുന്നു പറയപ്പെടുന്നത്. ലേഖനം എഴുതിയ കാലവും സ്ഥലവും ഏതാണ്ട് AD 64 ആ കാലയളവിലാണ് കൊലോസ്യ ലേഖനം എഴുതിയത്. ആ സമയത്ത് റോമിൽ തൻ്റെ ഒന്നാമത്തെ കാരാഗ്രഹവാസത്തിലാണ് പൗലോസ്ലീഹ. റോമിൽ ഒന്നാം കാരാഗ്രഹവാസക്കാലത്താണ് ഈ ലേഖനം എഴുതിയത്. പൗലോസ്ലീഹായ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് എഴുതിയ 4 ലേഖനങ്ങളുണ്ട്. കാരാഗ്രഹ ലേഖനങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. എഫേസ്യർ, ഫിലിപ്പിയർ, കൊലോസ്യർ, ഫിലേമോൻ. ഈ 4 ലേഖനങ്ങൾ കാരാഗ്രഹ ലേഖനങ്ങളാണ്. കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് എഴുതിയതായ ലേഖനങ്ങൾ എഫേസ്യർ,
ഫിലിപ്പിയർ, കൊലോസിയർ, ഫിലേമോൻ കാരാഗ്രഹ ലേഖനം എന്നറിയപ്പെടുന്നു. ഈ ലേഖനങ്ങളെല്ലാം എഴുതി തിഹിക്കോസിന്റെ കയ്യിലാണ്. കാരാഗ്രഹത്തിൽ കടന്നുകൊണ്ട് എഴുതിയതായ ലേഖനങ്ങൾ കാരാഗ്രഹത്തിൽ ചങ്ങലിക്കിടപ്പെട്ടവനായി, സ്വാതന്ത്ര്യമില്ലാത്തവനായി കിടന്നുകൊണ്ടൊക്കെ എഴുതിയതായ ലേഖനങ്ങൾ തിഹിക്കോസ് എന്ന യൗവനക്കാരൻ വിശ്വാസി, ഈ തിഹിക്കോസിന്റെ കയ്യിലാണ് ഈ ലേഖനങ്ങൾ കൊടുത്തയക്കുന്നത്. ഈ കൊലോസ്യ സഭയെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ കൊലോസ്യ സഭ എങ്ങനെയാണ് ഉണ്ടായത്, ഒരു സ്ഥലത്ത് ഒരു സഭ എങ്ങനെയാണ് രൂപപ്പെടുന്നത്, എങ്ങനെയാണ് സഭയുണ്ടാകുന്നത്, അതാണ് 1-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. കൊലോസ്യ സഭ എങ്ങനെ ഉണ്ടായി. 1-ാം അധ്യായം 6, 7, 8 വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. ഇങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ പ്രിയ സഹഭൃത്യനായ എപ്പഫ്രാസിനോട് പഠിച്ചിട്ടുണ്ടല്ലോ. അവൻ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിന്റെ വിശ്വസ്ത ശുശ്രൂഷകനും ഞങ്ങൾക്ക് ആത്മാവിലുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചവനും നിങ്ങൾക്ക് ആത്മാവിനാലുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചവനുമാകുന്നു. എങ്ങനെയാണ് കൊലോസിയ സഭയുണ്ടായത്? കൊലോസിയിൽ ഒരു സഭ എങ്ങനെയാണ് ഉണ്ടായത്? സുവിശേഷം ഫലം കായ്ക്കുമ്പോഴാണ് ഒരു സഭയുണ്ടാകുന്നത്. സുവിശേഷത്തിൻ്റെ വിത്ത് ഏതെങ്കിലും ദേശങ്ങളിൽ വീണ് അത് കിളിർത്ത് ഫലം കായ്ക്കുമ്പോഴാണ് ഒരു സഭയുണ്ടാകുന്നത്. അതാണ് പറയുന്നത്, ആ സുവിശേഷം സർവ്വലോകത്തിൽ എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. അപ്പോൾ സുവിശേഷം അവരുടെ അടുക്കലെത്തി, അത് ഫലം കായ്ച്ചു. അപ്പോൾ ആ കൊലോസിയ എന്ന സ്ഥലത്ത്, ആ പ്രദേശത്ത് ഒരു സഭയുണ്ടായി. എങ്ങനെയാണ് കൊലോസിയിൽ സുവിശേഷം എത്തിയത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നാം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലേക്ക് പോകണം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ ഏഷ്യയിൽ ആസിയയിൽ സുവിശേഷവുമായി കടന്നിരിക്കുകയാണ്. അപ്പല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടെ സഞ്ചരിച്ച് എഫേസോസിലെത്തി. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായം നമുക്കൊന്ന് എടുക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായം. അപ്പല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫേസോസിലെത്തി. പൗലോസ്ലീഹ എഫേസോസിൽ ആയിരിക്കുമ്പോൾ അതിൻ്റെ 8 മുതലുള്ള വാക്യം നമുക്കൊന്ന് വായിക്കാം. 8-ാം വാക്യം മുതൽ. പിന്നെ അവൻ പള്ളിയിൽ ചെന്ന് ദൈവരാജ്യത്തെ കുറിച്ച് സമ്മതിപ്പിച്ചും കൊണ്ട് 3 മാസത്തോളം പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു. എന്നാൽ ചിലർ കഠിനപ്പെട്ടു, അനുസരിക്കാതെ പുരുഷാരത്തിനു മുമ്പാകെ ഈ മാർഗത്തെ ദുഷിച്ചപ്പോൾ അവൻ അവരെ വിട്ട് ശിഷ്യന്മാരെ വേർതിരിച്ചു.
പുറനോസിന്റെ പാഠശാലയിൽ ദിനംപ്രതി സംവാദിച്ച് പോന്നു. അത് 2 സംവത്സരത്തോളം നടക്കിയാൽ ആസിയിൽ പാർക്കുന്ന യഹൂദന്മാരും യവനന്മാരും എല്ലാം കർത്താവിന്റെ വചനം കേൾപ്പാനിടയായി. അപ്പോൾ പൗലോസ്ലീഹ ആസിയയിലെത്തി. അവിടെ ആദ്യമായിട്ട് പ്രസംഗിക്കുന്നത് ഒരു പള്ളിയിലാണ് ചെന്ന് പ്രസംഗിക്കുന്നത്. പിന്നെ അവൻ പള്ളിയിൽ ചെന്ന് ദൈവരാജ്യത്തെക്കുറിച്ച് സംവാദിച്ചും സമ്മതിപ്പിച്ചും കൊണ്ട് 3 മാസത്തോളം പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു. അപ്പോൾ ആ കാലങ്ങളിൽ എല്ലാ സ്ഥലങ്ങളിലും യഹൂദന്മാരുടെ പള്ളികളുണ്ട്. നമ്മൾ പഴയ നിയമം പഠിക്കുമ്പോൾ യഹൂദന് ഒറ്റ ദൈവാലയമേ ഉള്ളൂ, യെരുശലേം ദൈവാലയം, മറ്റൊന്നുമില്ല. എന്നാൽ നാം മത്തായിക്കും മലാഖിക്കും ഇടയിലുള്ള ആ കാലയളവ് പഠിക്കുമ്പോൾ അവിടെ ആ സമയത്ത് അവർക്ക് ഒരുമിച്ച് കൂടുവാനും പ്രാർത്ഥിക്കാനും എല്ലാമായി സിന്നഗോഗുകൾ ഉണ്ടായിരുന്നു. സിന്നഗോഗുകൾ, പള്ളികൾ, യഹൂദന്മാരുടെ പള്ളി എന്നാണ് പറയുന്നത്. അത് പിന്നീടും തുടർന്നു വരികയാണ്. ഓരോ സ്ഥലങ്ങളിലും സിന്നഗോഗുകളുണ്ട്, പള്ളികളുണ്ട്, പള്ളികൾ. അപ്പോൾ അങ്ങനെ എഫേസോസിൽ ചെന്നപ്പോൾ അവിടെ യഹൂദന്മാരുടെ ഒരു പള്ളിയുണ്ട്. അവൻ പള്ളിയിൽ ചെന്ന് 3 മാസം അവിടെ പ്രസംഗിച്ചു. 3 മാസം കഴിഞ്ഞപ്പോൾ ചിലർ കഠിനപ്പെട്ടു. അത് ഓർക്കണം, ഈ വചനം കേൾക്കുമ്പോൾ, സുവിശേഷ വേല ചെയ്യുമ്പോൾ വചനം കേൾക്കുന്നവരിൽ 2 അവസ്ഥ വരും. ചിലരുടെ ഹൃദയം കഠിനപ്പെടും, ചിലരുടെ ഹൃദയം തകരും. കഠിനപ്പെട്ടവർ എതിർത്തു. അതുകൊണ്ട് പിന്നെ പള്ളിയിൽ പ്രസംഗിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. സുവിശേഷം നിർത്തിയില്ല. പള്ളിയിൽ പറ്റിയില്ലെങ്കിൽ വേണ്ട, കാരണം പള്ളിയാണല്ലോ എല്ലാം. ആ ചിന്തയൊന്നുമല്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുള്ള ദൈവമക്കൾക്ക്. പൗലോസ് എന്താ ചെയ്തത്? അവിടെ യഹൂദന്മാരുടെ പള്ളിയിൽ പറ്റാതെ വന്നപ്പോൾ അവിടെ കുറേ ആളുകൾ ഹൃദയത്തെ കഠിനമാക്കി ആ മാർഗത്തെ ദുഷിച്ചപ്പോൾ, സുവിശേഷവേലയെ ദുഷിച്ചപ്പോൾ, ദൈവവേലയെ ദുഷിച്ചപ്പോൾ, ദൈവവേലയെ എതിർത്തപ്പോൾ ശിഷ്യന്മാരെ വേർതിരിച്ചു. അതിൽ അവിടെ ആ പള്ളിയിൽ കൂടി വചനം കേട്ടവരിൽ ഹൃദയം കഠിനപ്പെട്ടവർ സുവിശേഷത്തെ എതിർത്തപ്പോൾ ഹൃദയം തകർന്ന് സുവിശേഷത്തിൽ വിശ്വസിച്ച ആളുകളെ വേർതിരിച്ചു. അവിടെ ഒരു സ്കൂളുണ്ട്, ഒരു സ്കൂള്, പാഠശാല. തുറന്നോസ് എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു സ്കൂളുണ്ട്. സൗകര്യപ്രദമാണ്, ബൈബിൾ ക്ലാസ് എടുക്കാനൊക്കെ ഒരു പറ്റിയ സ്ഥലമാണ്. അതിനുള്ള അനുവാദം കിട്ടി, അതിനുള്ള അവസരങ്ങൾ കിട്ടി, സൗകര്യങ്ങളെല്ലാം കിട്ടി. അപ്പോൾ ഈ പ്രസംഗം പള്ളിയിൽ നിന്ന് അങ്ങ് മാറ്റി. കാരണം അവിടെ എതിർക്കുന്നവരുണ്ട്, ഇഷ്ടമല്ലാത്തവരുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം, ഒരു പള്ളി എന്ന് പറയുമ്പോൾ ദൈവവചനത്തെ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തതുമായ ആളുകളുണ്ട്. തീർച്ചയായിട്ടും എല്ലാ കാലത്തും ഉണ്ടല്ലോ. അതുകൊണ്ട് അവിടെ മത്സരിക്കാനോ എതിർക്കാനോ പ്രസംഗങ്ങൾക്കൊന്നും പോവുകയല്ല. എല്ലാവർക്കും ഇഷ്ടമല്ലെങ്കിൽ ബൈബിൾ ക്ലാസ് എടുക്കുന്നതും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമുള്ളവരെ വേർതിരിച്ച് സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് അവർക്ക് വചനം പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ഈ തുറന്നോസിൻ്റെ സ്കൂളിൽ, പാഠശാലയിൽ അപ്പോസ്തലനായ പൗലോസ്ലീഹ അവിടെ ഞാൻ വായിക്കുന്ന ഈ മാർഗത്തെ ദുഷിച്ചപ്പോൾ അവൻ അവരെ വിട്ട് ശിഷ്യന്മാരെ വേർതിരിച്ച് തുറന്നോസിൻ്റെ പാഠശാലയിൽ ദിനംപ്രതി സമ്പാദിച്ചിരുന്നു. എല്ലാ ദിവസവും ബൈബിൾ ക്ലാസ്സാണ്, എല്ലാ ദിവസവും ബൈബിൾ ക്ലാസ്. ആളുകൾക്ക് താല്പര്യമായിരുന്നു, അവർ നിർബന്ധിച്ചു. അവർക്ക് വലിയ കൊതിയായിരുന്നു വചനം കേൾക്കാൻ. അതുകൊണ്ട് ദിനംപ്രതി എല്ലാ ദിവസവും ബൈബിൾ ക്ലാസ്. 1-2 ദിവസമല്ല, 2 വർഷം അത് തുടർന്നു. 2 വർഷക്കാലം, അത് 2 സംവത്സരത്തോളം നടക്കയാൽ ആസിയയിൽ പാർക്കുന്ന യഹൂദന്മാരും യവനന്മാരും എല്ലാം
കർത്താവിൻ്റെ വചനം കേൾക്കാനിടയായി. എഫെസസിൽ മാത്രമല്ല, ആ ഏഷ്യ മൈനറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആസിയിൽ എല്ലായിടത്തുമുള്ള ആളുകൾ, ആസിയിൽ പാർക്കുന്ന യഹൂദന്മാരും യവനന്മാരും എല്ലാവരും വചനം കേൾക്കാനിടയായി. എന്ന് പറഞ്ഞാൽ അവിടെ എഫെസോസിൽ തുറന്നോസിൻ്റെ പാഠശാലയിൽ ഒരു ബൈബിൾ ക്ലാസ് എല്ലാ ദിവസവും വൈകുന്നേരം. ഞാൻ ചിന്തിക്കുകയാണ്, സമയം പറഞ്ഞിട്ടില്ല, അവരൊക്കെ ഓരോ തൊഴിൽ ചെയ്യുന്നവരാണല്ലോ. ജോലിയെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ ബൈബിൾ ക്ലാസ്സിന് പോകണം. അവരുടെ തൊഴിലെല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് റെഡിയായി എല്ലാ ദിവസവും വൈകുന്നേരം ഈ തുറന്നോസിൻ്റെ പാഠശാലയിൽ ബൈബിൾ ക്ലാസ്സിന് പോകും. അപ്പോൾ ഇതിനടുത്തൊരു സ്ഥലമാണ്, ഏഷ്യയിലുള്ള സ്ഥലമാണ് കൊലോസിയ. ഈ കൊലോസിയിൽ നിന്നും ആളുകൾ വന്നു അവിടെ. അങ്ങനെ ഈ കൊലോസിയിൽ നിന്ന് വചനം കേൾക്കാൻ വന്ന ഒരാളായിരുന്നു എപ്പഫ്രാസ്. നിങ്ങൾ മനസ്സിലാക്കണം, ആസിയിൽ എഫേസോസിൽ ഈ ബൈബിൾ ക്ലാസ് നടക്കുന്നു. അടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ കേട്ടറിഞ്ഞു. അങ്ങനെ ഈ കൊലോസിയിൽ നിന്നും എപ്പഫ്രാസ് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ വചനം കേൾക്കാൻ വന്നു. വലിയ ഇഷ്ടമായി. അവൻ പിറ്റേ ദിവസം വരുമ്പോൾ അവിടെ നിന്നും വേറെ കുറേ ആൾക്കാരെ കൂട്ടിക്കൊണ്ടുവന്നു. അവരും കൂടെ പിറ്റേ ദിവസം വരുമ്പോൾ കുറച്ച് പേരുടെ കൂട്ടിക്കൊണ്ടുവരും. അങ്ങനെ പകല് ഓരോ ജോലിയൊക്കെ ചെല്ലുമ്പോൾ മുഴുവൻ ഉള്ളിലെ കൊതിയാണ്, ഉള്ളിലെ ദാഹമാണ്. അന്ന് വൈകിട്ട് ബൈബിൾ ക്ലാസ്സിന് പോകണം. തുറന്നോസിൻ്റെ പാഠശാലയിൽ പൗലോസ്ലീഹയുടെ ബൈബിൾ ക്ലാസ്സിന് പോകണം. അപ്പോൾ കൂടെ തൊഴിൽ എഴുന്നോണ്ട് ചോദിക്കും, പോരുണ്ടോ? ആ, ഞാൻ പോരാ. അങ്ങനെ ഈ എപ്പഫ്രാസ് തുറന്നോസിൻ്റെ പാഠശാലയിൽ ബൈബിൾ ക്ലാസ് കേൾക്കാൻ പോയി. താൻ കേട്ടതായ കാര്യങ്ങൾ, താൻ പഠിച്ചതായ കാര്യങ്ങൾ തൻ്റെ നാട്ടിൽ വന്ന ആളുകളോട് പറയും. അവൻ തൻ്റെ നാട്ടിലുള്ള കൊലോസയിലുള്ള ആളുകളെ വിളിച്ചു കൂട്ടി പൗലോസ്ലീഹായിൽ നിന്ന് കേട്ടതെല്ലാം എന്ന് അവരോട് പറയും. അങ്ങനെ കൊലോസിയിൽ ഒരു കൂട്ടം വിശ്വാസികളുണ്ടായി. പൗലോസ്ലീഹ കൊലോസിയിൽ പോവുകയോ അവിടെയുള്ള ആളുകളുടെ ആരുടെയും മുഖം കാണുകയോ ചെയ്തിട്ടില്ല. ഈ എപ്പഫ്രാസ് ചെന്ന് താൻ പഠിച്ച കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ തൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും വീട്ടിലൊക്കെ ഒത്തിരി വലിയ കൂട്ടമൊന്നും ഉണ്ടാവില്ലോ, 5, 6 അല്ലെങ്കിൽ 8, 10 പേരെയൊക്കെ വിളിച്ചു കൂട്ടി താൻ പഠിച്ച കാര്യങ്ങളൊക്കെ പറയും. താൻ കേട്ട കാര്യങ്ങളെല്ലാം പറയും. ഉത്സാഹമായി. അങ്ങനെയാണ് കൊലോസ്യ സഭ രൂപപ്പെടുന്നത്. പൗലോസ്ലീഹ അവിടെ പോയിട്ടില്ല എന്ന് അതിൻ്റെ 2-ാം അധ്യായം, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. കൊലോസ്യർ 2:1. നിങ്ങൾക്കും ലൗദീക്കയിലുള്ളവർക്കും ജഡത്തിൽ എൻ്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി മതി. നിങ്ങൾക്കും ലവോദിക്കയിലുള്ളവർക്കും ജഡത്തിൽ എൻ്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി. അപ്പോൾ നേരിട്ട് കൊലോസിയിലുള്ളവർ പൗലോസ്ലീഹായെ കണ്ടിട്ടില്ല. എപ്പഫ്രാസ് പറഞ്ഞു കേട്ടേ അറിയുള്ളൂ. അവിടെ പോയതായി നാം കാണുന്നില്ല. തുറന്നോസിൻ്റെ പാഠശാലയിൽ കൊലോസ്യക്കാരനായ എപ്പഫ്രാസ് വന്നു, ദൈവത്തിൻ്റെ വചനം കേട്ടു. അവിടെ ചെന്ന് അയാൾ കൊലോസ്യയിലുള്ള മറ്റുള്ളവരെയും കൂട്ടിക്കൊണ്ടുവന്ന് അങ്ങനെ സുവിശേഷം കേട്ടാണ് കൊലോസിയിൽ ഒരു സഭയുണ്ടായത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കണം, നമ്മുടെ നാട്ടിലും ഒരു കൂട്ടം വിശ്വാസികൾ ഉണ്ടാകണം. ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ ഈ ബൈബിൾ ക്ലാസ് അതിന് വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ കേൾക്കുമ്പോൾ ഒരു സന്തോഷം, ഒരു സുഖം, ഒരാശ്വാസം, നല്ലത്. തീർച്ചയായിട്ടും നമ്മളുടെ ഓരോ കൂട്ടായ്മകളും അനുഭവങ്ങളാണ്, തർക്കമില്ല. ഒന്ന് വന്ന് മുട്ടുകുത്തി ഒന്ന് സ്തുതിച്ചു പോകുമ്പോൾ എന്തൊരാശ്വാസമാണ്. നമ്മൾ അനുഭവിക്കുന്ന കാര്യമാണത്. കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂട്ടായ്മയിൽ വ്യാപരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആശ്വാസം കിട്ടുന്നത്, നമുക്ക് സമാധാനം കിട്ടുന്നത്, സന്തോഷം കിട്ടുന്നത്.
പക്ഷേ നാം ഓരോരുത്തരും അങ്ങനെ ഒരു ആശ്വാസം പ്രാപിച്ച് അങ്ങ് മുന്നോട്ട് പോയാൽ മതിയോ? ശാന്തമായി ചിന്തിക്കണം. പിന്നെ നോട്ട് എഴുതേണ്ട കാര്യമില്ല, ബൈബിൾ പഠിക്കേണ്ട കാര്യമില്ല, ഇല്ലേ? സമയമാകുമ്പോൾ കൂട്ടായ്മയ്ക്ക് പോകണം. ഒറ്റ കൂട്ടായ്മ മുടക്കില്ല, എല്ലാ കൂട്ടായ്മയ്ക്കും പോവും, വന്നിരുന്നു കേൾക്കും, വലിയൊരു ആശ്വാസം, സ്തുതിച്ച് വലിയ സന്തോഷം. അടുത്ത കൂട്ടായ്മ വരെ ആ അനുഭവം നിലനിൽക്കുകയും ചെയ്യും. തെറ്റിലേക്ക് പോകുന്നില്ല. അതുപോലെ ശുദ്ധീകരണം പ്രാപിച്ച് ഒരുങ്ങി ഒക്കെ മുന്നോട്ട് പോകാം. പക്ഷേ ദൈവരാജ്യത്തിൽ പോകട്ടോ, ദൈവത്തിലും പോവാം. സ്വർഗരാജ്യത്തിലെ അവകാശികൾ തീർച്ചയായിട്ടും പോകും. പക്ഷേ അവിടെ ചെന്ന് പ്രതിഫലം പങ്കിടുന്ന ഒരു സമയമുണ്ട്. ദൈവം അവസരങ്ങൾ തരുന്നുവെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലങ്ങളൊക്കെ ഉണ്ട്, കിരീടങ്ങളുണ്ട്. ചിലരുടെയൊക്കെ കത്തിപ്പോവും, നല്ലതാണ്. പക്ഷേ നമ്മൾ അങ്ങനെ എന്നാൽ മതിയോ? അതുകൊണ്ടാണ് ബൈബിൾ പഠിക്കണം, നോട്ട്സ് കുറിക്കണം. നമ്മൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നതായ കാര്യങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കണം. അത് എനിക്ക് ഏൽപ്പിച്ചിട്ടുള്ളതല്ല എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. കർത്താവ് കൃപ തന്നാൽ 4 പേരെ വിളിച്ചുകൂടി അവരോട് പറയണം. അതിന് നോട്ട്സ് കുറിക്കാണ്ട് പറ്റില്ല, കാരണം നമുക്ക് ഓർമ്മ നിൽക്കില്ല. തീർച്ചയായിട്ടും ഈ കേൾക്കുന്ന കാര്യങ്ങളെല്ലാം മറന്നു പോകും. എനിക്കറിയാം, ഞാനും ഇപ്പോൾ നമ്മുടെ തിങ്കളാഴ്ച ബൈബിൾ ക്ലാസ് ആരംഭിച്ചിട്ട് എത്രയോ ആഴ്ചകളായി, എത്രയോ മാസങ്ങളായി, വർഷങ്ങൾ തന്നെയായില്ലേ. ആദ്യ സമയത്തൊക്കെ പഠിപ്പിച്ച കാര്യങ്ങൾ പഠിപ്പിച്ചതാണെങ്കിലും മറന്നുപോയി. എന്നാൽ നോട്ട്സ് ഉണ്ട്. നോട്ട്സ് ഉള്ളതുകൊണ്ട് എടുത്ത് നോക്കുമ്പോൾ പെട്ടെന്ന് ഓർക്കും. അതുകൊണ്ട് ഇതൊന്നും ഈ കേൾക്കുന്നതെല്ലാം ഓർത്തിരിക്കാൻ തക്കവണ്ണം നമുക്ക് ആർക്കും കഴിയില്ല. അതുകൊണ്ട് ഒരു ഡയറി എടുത്ത്, ഒരു നോട്ട്ബുക്ക് എടുത്ത് നമ്മൾ കുറിക്കണം. മാത്രമല്ല, ഇതെന്തിനാ കുറിക്കണം? ഞാനിപ്പോൾ പഠിപ്പിക്കാനൊന്നും പോണില്ല, എനിക്കതിനുള്ള കൃപയൊന്നുമില്ല. ഇപ്പം നമ്മളെല്ലാവരും അങ്ങനെ ചിന്തിച്ചാൽ പിന്നെ ആരേത് പഠിപ്പിക്കുന്നത്? അങ്ങനെ നമ്മൾ കരുതരുത്. നമ്മുടെ ഈ ക്ലാസ്സിൽ കൂടുന്ന ഓരോരുത്തരും ബൈബിൾ ക്ലാസ്സുകൾ എടുക്കുന്നവരായി മാറണം. അങ്ങനെ ആഗ്രഹിക്കണം. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ എൻ്റെ 22ാമത്തെ വയസ്സിൽ മാനസാന്തരപ്പെട്ടപ്പോൾ ഒരു കഴിവില്ലാത്തയാൾ, യാതൊരു കഴിവില്ലാത്ത ഒരാളായിരുന്നു ഞാൻ. സൺഡേ സ്കൂളിൽ പഠിച്ചതായ സമയത്തൊക്കെ ഒരു കഴിവുമില്ലാത്തതായ ഒരാളായിരുന്നു. ഒരാളുടെ നേരെ നോക്കി വർത്തമാനം പറയാനും മിണ്ടാനും ഒന്നിനും എനിക്ക് കഴിയില്ലായിരുന്നു. ഞാൻ സൺഡേ സ്കൂളിൽ 10 വർഷം 10 ക്ലാസ് പഠിച്ചു. അന്ന് സൺഡേ സ്കൂളിൽ ബാലസമാജമുണ്ട്. ഞാൻ ആകെ അന്ന് എന്നെ പഠിപ്പിച്ച 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പഠിപ്പിച്ചതായ ജോയിച്ചേട്ടൻ നിർബന്ധിച്ച് പറഞ്ഞ് എന്നൊരു പാട്ട് പാടാനോ എന്തോ പറഞ്ഞു. പാട്ട് പറഞ്ഞാൽ പ്രസംഗിക്കാനോ ഒക്കെ പ്രസംഗിക്കാൻ പറഞ്ഞു. എൻ്റെ പേരെഴുതി. ഞാൻ ചെന്ന് നിന്നു. ഞാനിപ്പോഴും ഓർക്കണം, മംഗലത്തുണ്ട ചാപ്പലിൽ ആ വായനാമേശയുടെ അരികിൽ ചെന്ന് നിന്ന് അധ്യാപകരും കുട്ടികളൊക്കെ ഇങ്ങനെ നിറച്ച് കുട്ടികളോട്, നിറച്ച് പിള്ളേരാ. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ വാ വിട്ട് നിലവിളിച്ചുകൊണ്ട് ഞാൻ വന്നിരിക്കുന്ന ബെഞ്ചിൽ വന്നിരുന്നു. പിന്നീട് ഒരിക്കൽ പോലും ഒരു വിഷയത്തിലും പങ്കെടുത്തിട്ടില്ല, ഒന്നിലും പങ്കെടുത്തിട്ടില്ല. ബാലസമാജ മത്സരത്തിൽ ഒരു വിഷയത്തിൽ പോലും ഒന്നിലും പങ്കെടുത്തിട്ടില്ല. പിന്നീട് എന്ന് പറഞ്ഞാൽ ഞാനന്ന് വചനം കേൾക്കാനൊരു ഗതി കിട്ടി. സുവിശേഷം പറയുമെന്നുള്ളതൊന്നും ചിന്തിക്കാൻ പോലും ഒന്നും കഴിയില്ല. പക്ഷെ പഠിക്കാൻ വലിയൊരാഗ്രഹമായിരുന്നു. ബൈബിൾ പഠിക്കാൻ വലിയൊരാഗ്രഹമായിരുന്നു. ഞാൻ അന്നു മുതൽ ഏത് കൂട്ടായ്മയ്ക്ക് പോയാലും കേൾക്കുന്ന പ്രസംഗങ്ങൾ മുഴുവൻ എഴുതി വയ്ക്കുമായിരുന്നു, കുറിച്ചെടുക്കുമായിരുന്നു. മുഴുവൻ കുറിച്ചെടുക്കും. എന്തിനു വേണ്ടിയിട്ടാണ് എനിക്കറിയാൻ പാടുണ്ടായിരുന്നില്ല. എന്നാൽ അതെല്ലാം പ്രയോജനപ്പെട്ടു. ഞാനിതിനു പറഞ്ഞിട്ടുണ്ട്, അന്ന് ഞങ്ങളുടെ അടുത്ത് ഒരു അനുഗ്രഹിക്കപ്പെട്ട സുവിശേഷകനുണ്ടായിരുന്നു. കണ്ടിക്കാട്ടിലെ KV കുര്യാക്കോസ് വല്യപ്പൻ. വല്യപ്പൻ്റെ വീട് എൻ്റെ വീട് അടുത്താണ്. എന്തോ വല്യപ്പനുമായിട്ടുള്ളൊരു ആത്മബന്ധം വന്നു. വല്യപ്പൻ്റെ അടുക്കൽ പോവുകയും ഞാനും വല്യപ്പനും തന്നെ ഇരുന്നു. വേറെ അധികം ആൾക്കാരൊന്നുമില്ല. ഒരു റൗണ്ടിലുള്ളൊരു ടീപ്പോയുണ്ട്. വല്യപ്പൻ്റെ വീടിന് മുമ്പിൽ ഒരു മാവിൻ്റെ ചുവട്ടിൽ
ആ ടീപ്പോയി കൊണ്ടുവന്നിട്ട് വല്ലുവൻ പറഞ്ഞു തരും, ഞാൻ എഴുതും. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് പഠിച്ചതായൊരു വിഷയം ഞാൻ ഓർക്കുന്നുണ്ട്. യഹോവയുടെ ഉത്സവങ്ങൾ എന്നൊരു വിഷയം. വലിയ ആനന്ദമായിരുന്നു, വലിയ സന്തോഷമായിരുന്നു. അങ്ങനെ അതുപോലെ ആ സമയത്ത് എല്ലാ ചൊവ്വാഴ്ചകളിലും തട്ടാമുകൾ, അവിടെ പള്ളി ഇരിക്കുന്നിടത്ത് ഒരു സുവിശേഷ സംഘാലയമാണ്. അവിടെ ഒരു ബൈബിൾ ക്ലാസ് ഉണ്ട്. VP മത്തായി എടുക്കുന്ന ബൈബിൾ ക്ലാസ്. ഞാനതിന് പോകും. നടന്നാണ് പോകുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് മംഗലനടയിൽ നിന്ന് നടന്നാണ് പോകുന്നത്. അന്ന് എൻ്റെ വീട്ടിലൊരു സൈക്കിളേ ഉള്ളൂ. ഈ ചേട്ടന് പന്ത് കളിയുണ്ട്, പന്ത് കളിക്കാൻ പോകും. സൈക്കിൾ എനിക്ക് കിട്ടില്ല, അതുകൊണ്ട് ഞാൻ നടന്നു പോകും. ഒറ്റയ്ക്ക് തനിയെ നടന്നു പോകും. തനിയെ നടന്നു പോയി അന്ന് പഠിച്ചതായ കാര്യങ്ങൾ ഇതെല്ലാം വചനം പഠിക്കാൻ, ബൈബിൾ പഠിക്കാനുള്ളതായൊരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ കിട്ടി. എല്ലാം കുറിച്ചെടുക്കുമായിരുന്നു. അതെല്ലാം ഇന്ന് പ്രയോജനമാകുന്നു. കാരണം ഈ ദൈവവചനത്തിൽ അടിസ്ഥാനമിട്ട ഒരു ക്രിസ്തീയ ജീവിതം കൊണ്ടുവരുവാൻ, വചനത്തിൽ അടിസ്ഥാനമിട്ട ഒരു ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ അന്ന് ദൈവം കരുണ കാണിച്ചു. എന്നാൽ പിന്നീട് ഞാനൊരു ശരിയായ ആത്മീയനായി, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അനുഭവിക്കുന്നവനായി മാറിയത്, എൻ്റെ പ്രകൃതം മാറി, മാനസാന്തരം കിട്ടി എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ വർഷങ്ങൾ, ഏതാണ്ട് 5 വർഷത്തിലധികം സെൻറ്റ് പോൾസ് പ്രയർ ഫെലോഷിപ്പിൻ്റെ മിഷണറിയായി മുഴുവൻ സമയം സുവിശേഷ വേല ചെയ്തതിന് ശേഷമാണ് ഞാൻ കൂട്ടായ്മയിലേക്ക് വരുന്നത്. ശരിക്കും ശരിയായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ബന്ധനങ്ങളെല്ലാം അഴിഞ്ഞ് ഒരാത്മീയനായിട്ട് മാറിയത്. അന്ന് കൂട്ടായ്മയിൽ വന്നപ്പോൾ എനിക്ക് വലിയ ആശയായിരുന്നു, വലിയ കൊതിയായിരുന്നു ഈ കൂട്ടായ്മയിൽ നിന്ന് സുവിശേഷ വേല ചെയ്യാൻ. ഇതുപോലത്തെ ഒരു ആത്മീയ രംഗത്ത് നിന്ന് സുവിശേഷ വേല ചെയ്യാൻ എൻ്റെ ഉള്ളം കൊതിച്ചു. ഒരു ദിവസം എൻ്റെ വീടിൻ്റെ അടുത്തൊരു യോഗത്തിൽ യോന സാർ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊന്ന് കാണണമല്ലോ, എനിക്കൊന്ന് മിണ്ടണം. അയ്യോ, ഇപ്പോൾ അതിന് സമയമില്ലല്ലോ, തിരക്കാണല്ലോ, വീടിൻ്റെ അകത്തൊക്കെ പണിയൊക്കെ നടക്കുകയാണല്ലോ എന്നെല്ലാം പറഞ്ഞ് അത്ര താല്പര്യത്തോടെ എന്നോട് സംസാരിച്ചില്ല. പിന്നെ ഞാൻ പോയി. 1 2 പ്രാവശ്യം ഞാൻ പറഞ്ഞു, എനിക്ക് ഈ കൂട്ടായ്മയിൽ ചേർന്ന് നിന്ന് ഈ കൂട്ടായ്മയുടെ സുവിശേഷകനായി സുവിശേഷ വേല ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അതിനുള്ള അവസരം തരാമോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഇവിടെ അങ്ങനെ അതിനുള്ള അവസരങ്ങളൊന്നുമില്ല, എപ്പോൾ വേണമെങ്കിലും വരാലോ, വചനം കേൾക്കാലോ എന്നിങ്ങനെ പറഞ്ഞു. പക്ഷെ പിന്നെയും എൻ്റെ ഉള്ളത്തിൽ, കാരണം മറ്റൊന്നുമല്ല, ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അങ്ങ് തിരിച്ചറിഞ്ഞപ്പോൾ വിട്ടുപോകാൻ പറ്റാത്തതുപോലെയുള്ള ഒരു ബന്ധം, വിനയപ്പെട്ടും എളിമപ്പെട്ടും. പിന്നീട് എനിക്ക് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, പെട്ടെന്ന് തന്നെ സുവിശേഷനായിട്ട് അയക്കുകയല്ല ചെയ്തത്. 21 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞങ്ങളും പ്രാർത്ഥിക്കാം. 21 ദിവസം. അതിനിടയിൽ പല പ്രാവശ്യവും കാണുകയും പല കാര്യങ്ങളും പറഞ്ഞു തരികയും പ്രാർത്ഥിക്കുകയും സ്തുതിക്കുകയും എല്ലാം ചെയ്തു. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഈ ഒരു സുവിശേഷനാകുക എന്ന് പറഞ്ഞാൽ ഓടിപ്പോയി അങ്ങ് പറഞ്ഞയക്കുക എന്നുള്ളതല്ല, ഒരു ഇൻ്റർവ്യൂ നടത്തിവിടുന്നതല്ല സുവിശേഷ വേല. അതിന് തക്കവണ്ണം ഇരുന്ന് പ്രാർത്ഥിച്ച് ഉപവസിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് സുവിശേഷ വേലയ്ക്ക് പറഞ്ഞയക്കേണ്ടത്. ഞാനീ പറഞ്ഞുകൊണ്ട് വരുന്നത്, നിങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ നോട്ട് കുറിച്ച് പഠിച്ചിട്ട് ഓടിപ്പോയി ബൈബിൾ ക്ലാസ് എടുക്കുക എന്നുള്ളതല്ല. നമുക്ക് ഒരു കഴിവുമില്ലെങ്കിലും ഒന്നിനും കഴിയില്ലെങ്കിലും ഉള്ളത്തിലൊരു കൊതി വരണം, ഉള്ളത്തിലൊരു ദാഹം വരണം. എനിക്കിങ്ങനെ പോയാൽ പോരാ, എൻ്റെ ആയുസ്സിൽ എൻ്റെ കാര്യം നോക്കി അങ്ങ് പോയാൽ പോരാ, എനിക്കെൻ്റെ കർത്താവിൻ്റെ കാര്യം കൂടെ നോക്കണം. എൻ്റെ ജോലിയും ചെയ്ത് കൂട്ടായ്മയ്ക്കൊന്ന് അങ്ങനെ അങ്ങ് പോയാൽ പോരാ, എനിക്ക് എന്തെങ്കിലുമൊക്കെ ചുമന്നുകൊണ്ട് പോകണം. എൻ്റെ കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ കറ്റ കെട്ടി ചുമന്നുകൊണ്ട് എനിക്ക് പോകണം. ആത്മാക്കളെ നേടിക്കൊണ്ട് എനിക്ക് പോകണം. അവിടെ സ്വർഗരാജ്യത്തിൽ ഒന്നുമില്ലാത്തവനെ പോലെ നടക്കാനല്ല, എനിക്കവിടെ ഏറ്റവും സമ്പന്നനായി നിൽക്കണം. ഉള്ള കൊതിക്കണം, ദാഹിക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ കൃപകളെല്ലാം തരുന്നത് കർത്താവാണ്. ദൈവത്തിന് സ്തോത്രം. അന്ന് എപ്പപ്രാസ് വചനം കേട്ടു.
കൊലോസിയിൽ ചെന്ന് താൻ കേട്ടതായ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭ, ഒരു നല്ല സഭ, കൊലോസ്യ സഭ ഒരു നല്ല സഭ, അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭ കൊലോസിയിലുണ്ടായി. കൊലോസ്യ സഭ എങ്ങനെ ഉണ്ടായി? ഒരു സ്ഥലത്ത് സഭയുണ്ടാകുന്നത് എങ്ങനെയാണ്? സുവിശേഷം ഫലം കായ്ക്കുമ്പോഴാണ് സഭ ഉണ്ടാകുന്നത്. നമുക്ക് നോക്കാം, തെസ്സലോനിക്ക സഭ എങ്ങനെയാണ് ഉണ്ടായത്. തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായം, 1 തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. 1 തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യം. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല. ചിന്തിക്കേണ്ട കാര്യമാണ്. തെസ്സലോനിക്കയിൽ ഒരു സഭയുണ്ടാകുമ്പോൾ ചുമ്മാ കുറേ കാര്യങ്ങൾ അറിവായി കുറേ പ്രസംഗങ്ങൾ കേട്ടല്ല സഭയുണ്ടാകുന്നത്. അപ്പം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, നമുക്കറിയാവുന്നതായ കാര്യങ്ങൾ എവിടെയും പോയി പറയാമല്ലോ. അല്പം പ്രസംഗിക്കാൻ കഴിവുണ്ടെങ്കിൽ എവിടെയും പോയി പ്രസംഗിക്കാം. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, വാക്കുകളായി, പ്രസംഗങ്ങളായി. എന്തെല്ലാം പ്രസംഗങ്ങളുണ്ട്, എന്തോരം പ്രസംഗങ്ങളുണ്ട്. പ്രസംഗം കേൾക്കണമെങ്കിൽ എവിടെ പോയാലും ഇഷ്ടം പോലെ പ്രസംഗങ്ങളല്ലേ. ആർക്കും പ്രസംഗിക്കാമല്ലോ. അതുകൊണ്ടൊന്നും ജനം മാനസാന്തരപ്പെടില്ല. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രം അല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. നിങ്ങളത് കൈക്കൊണ്ടു. അങ്ങനെ തെസ്സലോനിക്കയിൽ സഭയുണ്ടായി. അങ്ങനെ അപ്പോസ്തലൻ പറഞ്ഞു വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പൂർണ്ണ ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ കടന്നു ചെല്ലുന്നിടത്താണ് സഭയുണ്ടാകുന്നത്. നല്ല ഉറപ്പുണ്ടാകണം. ബഹുനിശ്ചയം, ഇതെല്ലാം സത്യമാണെന്നുള്ള ഉറപ്പ്, ഇത് ജീവൻ്റെ വചനമാണെന്നുള്ള ഉറപ്പ്. ദൈവത്തിൻ്റെ വചനം പൂർണ്ണ ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ കടന്നു ചെല്ലുമ്പോഴാണ് സഭയുണ്ടാകുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ വായിച്ചിട്ടുണ്ട്, റൗക്ക നദീതീരത്തുള്ള ഒരു കാട്ടിൽ ജീവിക്കുന്ന ആദിവാസികളായിട്ടുള്ള ആളുകൾ, പ്രാകൃതരായ ആളുകൾ പാർക്കുന്ന സ്ഥലം. അവിടെ പോയി സുവിശേഷ വേല ചെയ്യുവാൻ ചില ചെറുപ്പക്കാർ തയ്യാറായി. അവരെങ്ങനെയെങ്കിലും ആകർഷിക്കണം, അവിടെ പോയി സുവിശേഷ വേല ചെയ്ത് അവരെ നേടണം. അതിനുവേണ്ടി അവരാഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു, പലരും വിലക്കി. അവിടേക്ക് പോകരുത്, അവിടെയുള്ള ആളുകൾ, പുറമേ നിന്ന് വരുന്ന ആളുകളെ അവിടെ ഉൾക്കൊള്ളാൻ സന്നദ്ധരല്ല, കൊന്നുകളയും, അപരിഷ്കൃതരായ ആളുകളാണ്, അതുകൊണ്ട് പോകരുത്, പലരും വിലക്കി. പക്ഷേ ഇവർക്ക് അടക്കി വയ്ക്കാൻ കഴിഞ്ഞില്ല. പ്രാർത്ഥിച്ച് അവർ ആഗ്രഹിച്ചു, അവർ അതിന് തയ്യാറായി. ഒരു ഗ്രൂപ്പ് അവരെ അയച്ചു. അവർ ഒരു ചെറിയ വിമാനത്തിൽ അവിടെ ചെന്നു. 5 പേര് അവിടെ വിമാനമിറങ്ങി. 4 മണിക്കൂർ തികച്ചവർ ജീവിച്ചില്ല. അവർ അമ്പിൽ വിഷം പുരട്ടി അവരെ നേരെ എറിഞ്ഞു. 5 പേരും അവിടെ വീണ് മരിച്ചു. എന്നാൽ ആ വിഷമുള്ള കുന്തമേറ്റ് 5 മിഷണറിമാരും അവിടെ വീണ് മരിച്ചു. എന്നാൽ ഇന്ന് അവിടെ ഒരു സഭയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ വായിച്ചത്, അന്ന് ഈ മിഷണറിമാരെ കൊല്ലുവാൻ നേതൃത്വം നൽകിയ വ്യക്തി അവിടുത്തെ പുരോഹിതനാണ്.
പാസ്റ്ററാണ്. ഈ മരിച്ച ഒരു മിഷണറിയുടെ മകനെ സ്നാനപ്പെടുത്തിയത് ആ പുരോഹിതനാണ് എന്ന് വായിക്കാനിടയായി. എന്ന് പറഞ്ഞാൽ സുവിശേഷത്തിൻ്റെ വിത്ത്, ദൈവോധനത്തിൻ്റെ വിത്ത് എവിടെ വീണാലും ഫലം കായ്ക്കും, എപ്പോഴെങ്കിലും ഫലം കായ്ക്കും. അതുകൊണ്ട് വിത്ത് ചുമന്നും കരഞ്ഞും കൊണ്ട് നടക്കുന്നവരായി നമുക്ക് മാറണം. ദൈവത്തിന് സ്തോത്രം. വിത്ത് ചുമന്നും കരഞ്ഞും കൊണ്ട് നടക്കുന്നവരായി നമുക്ക് മാറണം. കൊലോസിയിൽ ഒരു സഭയുണ്ടായി എങ്കിൽ ഇന്നും സഭ വളർന്നുകൊണ്ടിരിക്കുന്നു. കാരണം സഭ പൂർണ്ണമായിട്ടില്ല. അവസാനത്തെ പാപിയും സഭയോട് ചേർന്ന് കഴിയുമ്പോൾ, അവസാനത്തെ ആത്മാവും സഭയോട് ചേർന്ന് കഴിയുമ്പോൾ കർത്താവ് വരും. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ഇച്ഛിച്ച് അവൻ നമ്മോട് ദീർഘക്ഷമ കാണിക്കുന്നു എന്നേ ഉള്ളൂ. ഒരു പുതിയ തീരുമാനത്തോടെ നമുക്ക് നിൽക്കണം. കൊലോസിയ സഭ സുവിശേഷം ഫലം കായ്ച്ചു രൂപപ്പെട്ടു. നാം ഈ സുവിശേഷത്തിൻ്റെ വിത്ത് വാരി വിതറുന്നവരായി നിൽക്കണം. സുവിശേഷത്തിൻ്റെ വിത്ത് പകരുന്നവരായി നാം നിൽക്കണം. അതിനായി ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. ഈ കൊലോസ്യ ലേഖനത്തിൻ്റെ അടുത്ത വിഷയം, കൊലോസ്യ ലേഖനത്തിൻ്റെ പ്രധാനപ്പെട്ടതായ ചിന്താവിഷയം എന്ന് പറയുന്നത് യേശു ക്രിസ്തു സകലത്തിനും മതിയായവനെന്നാണ്. യേശു ക്രിസ്തു സകലത്തിനും മതിയായവൻ. ക്രൈസ്റ്റ് ഈസ് സഫിഷ്യൻറ്റ്. യേശു ക്രിസ്തു സകലത്തിനും മതിയായവൻ. ക്രൈസ്റ്റ് ഈസ് സഫിഷ്യൻറ്റ്. പുസ്തകം ചുമ്മാ പറയുമല്ല. ഞാൻ പറഞ്ഞല്ലോ, പൂർണ്ണ ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ യേശു ക്രിസ്തു സകലത്തിനും മതിയായവനെന്ന് പറയുമ്പോൾ നല്ല നിശ്ചയത്തോടെയാണ്, ബഹുനിശ്ചയത്തോടെയാണ് പറയുന്നത്. ആരെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിൻ്റെ ഈ കാര്യത്തിന് അങ്ങനെ മതിയായതോ? അതെ. അല്ല, ഇനി അങ്ങനെ മതിയാകുമോ? അതൊക്കെ വന്നാൽ ദൈവത്തിന് ചെയ്യാൻ പറ്റുമോ? എൻ്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു കാര്യമൊക്കെ വന്നാൽ അത് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? ദൈവത്തെ മാത്രം വിളിച്ചുകൊടുക്കാൻ മതിയോ? അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളല്ല ചെയ്യേണ്ടത്, ദൈവമാണ് ചെയ്യേണ്ടത്. അല്ല, സംശയമില്ല. നല്ല നിശ്ചയത്തോടെ പറയുന്നത് യേശു ക്രിസ്തു സകലത്തിനും മതിയായവനെന്ന്. നല്ല നിശ്ചയത്തോടെ, ബഹുനിശ്ചയത്തോടെ അപ്പോസ്തലൻ പറയുകയാണ്, ക്രൈസ്റ്റ് ഈസ് സഫിഷ്യൻറ്റ്. അവൻ സകലത്തിനും മതിയായവൻ. തൻ്റെ സ്വന്തം ജീവിത അനുഭവത്തിൽ നിന്നുമാണ് പൗലോസ്ലീഹ ഈ വാക്ക് പറയുന്നത്. പൗലോസ്ലീഹയ്ക്കറിയാം താൻ കാരാഗ്രഹത്തിൻ്റെ ഉള്ളറയിൽ കിടന്നതായ സമയമുണ്ട്. കൈകാലുകൾ ആമത്തിലിട്ട് ഒന്ന് ചലിക്കാൻ പോലും കഴിയാത്തതുപോലെ, ഒന്നനങ്ങാൻ പോലും കഴിയാത്തതുപോലെ കാരാഗ്രഹത്തിൻ്റെ ഉള്ളറയിൽ കിടക്കുമ്പോഴും പൗലോസ്ലീഹ അറിഞ്ഞു, അനുഭവിച്ചു, എൻ്റെ യേശു അതിൽ മതിയായവനാണ്, എന്നെ വിടുവിപ്പാൻ മതിയായവനാണ്. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം 22-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. കാരാഗ്രഹത്തിൻ്റെ ഉള്ളറയിൽ കൈകാലുകൾ ആമത്തിലിട്ട് കിടക്കുമ്പോഴും മതിയായവനായ ഒരു കർത്താവുണ്ട് എന്ന് പറയാൻ അപ്പോസ്തലന് കഴിയും. പ്രവൃത്തികൾ 16:22. പുരുഷാരവും അവരുടെ നേരെ ഇളകി, അധിപതികൾ അവരുടെ വസ്ത്രം പറിച്ചുരിഞ്ഞു, കോൽ കൊണ്ട് അവരെ അടിപ്പാൻ കൽപ്പിച്ചു. അവരെ വളരെ അടുപ്പിച്ച ശേഷം തടവിലാക്കി കാരാഗ്രഹ പ്രമാണിയോട് അവരെ സൂക്ഷ്മത്തോടെ കാപ്പാൻ കൽപ്പിച്ചു.
അവൻ ഇങ്ങനെയുള്ള കൽപ്പന കിട്ടുകയാൽ അവരെ അകത്തെ തടവിലാക്കി അവരുടെ കാൽ ആമത്തിലിട്ട് പൂട്ടി. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി വാതിലൊക്കെയും തുറന്നുപോയി. എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. കാരാഗ്രഹ പ്രമാണി ഉറക്കമുണർന്നു. കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നിരിക്കുന്നത് കണ്ടിട്ട് ചങ്ങലക്കാർ ഓടിപ്പോയി കളഞ്ഞു എന്ന് ഊഹിച്ചു. വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ ഭാവിച്ചു. മതി, നമുക്കറിയാവുന്ന കാര്യമാണ്, നമുക്കെല്ലാവർക്കും അറിയാവുന്നതായ കാര്യമാണ്. പുരുഷാരം എതിരായിട്ട് ഇളകി എല്ലാവരും തനിക്കെതിരായി. കൂടെ നിൽക്കാൻ ആരുമില്ല, എല്ലാവരും എതിര്. അധിപതികൾ വസ്ത്രം പറിച്ചുരിഞ്ഞു കളഞ്ഞു. കോലുകൊണ്ടടിക്കാനാണ് കൽപ്പിച്ചത്. പുരുഷാരമെല്ലാം എതിര്, അധിപതികളെതിര്. വസ്ത്രം ഉരിഞ്ഞു കളഞ്ഞു, കോലുകൊണ്ടടിക്കാൻ കൽപ്പിച്ചു. കോലുകൊണ്ടുള്ള അടി കൊണ്ട് ശരീരം മുഴുവൻ ചതഞ്ഞ് മുറിഞ്ഞ് അതിവേദനപ്പെട്ടവനായി കാരാഗ്രഹത്തിൻ്റെ ഉള്ളറയിൽ കൈയും കാലും ചലിപ്പിക്കാൻ കഴിയാത്തവനായി. ഓർക്കണം, കോലുകൊണ്ടുള്ള അടി കൊണ്ട് ചതഞ്ഞ് മുറിഞ്ഞ് തലയിലും മുഖത്തും മൂക്കിലും ചുണ്ടിലും ചുണ്ടൊക്കെ മുറിഞ്ഞു പൊട്ടി. ഒന്ന് തിരുമാനോ ഒന്ന് തലാടാനോ കഴിയാതെ വണ്ണം കൈയനക്കാൻ പാടില്ല, കാലനക്കാൻ പാടില്ല, കയ്യും കാലും എല്ലാം ആമത്തിലിട്ട് കിടക്കുമ്പോഴും എൻ്റെ യേശു എനിക്ക് മതിയായവനായിരുന്നു. ഈ വാക്കുകളെല്ലാം കേൾക്കുമ്പോൾ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ നേരെ എന്തെല്ലാം വന്നാലും, എന്തെല്ലാം എൻ്റെ ജീവിതത്തിൽ നേരെ വന്നാലും എൻ്റെ യേശു എനിക്ക് മതിയായവനാണ്. ഈ ഒരു അനുഭവം ഉണ്ടെങ്കിൽ, ഈ ഒരു അനുഭവം നമുക്കുണ്ടെങ്കിൽ, ഈ ഒരു ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ, എനിക്കെൻ്റെ യേശു മതി എന്നുള്ളതായ ഉറപ്പ്, ഞാൻ ഇന്നായിരിക്കുന്ന ഏത് കാര്യത്തിലും എൻ്റെ യേശു എനിക്ക് മതിയായവനാണെന്നുള്ളതായ ഉറപ്പ്, എന്തെല്ലാം എനിക്കെതിരായി വന്നുകൊള്ളട്ടെ, എന്തെല്ലാം പ്രശ്നങ്ങൾ എനിക്കെതിരായി വന്നുകൊള്ളട്ടെ, എനിക്ക് മതിയായവനായ ഒരു യേശുവുണ്ട്. അവൻ എനിക്ക് മതിയായവനാണ്, എനിക്ക് മതി, എൻ്റെ യേശു എനിക്ക് മതി. ക്രൈസ്റ്റ് ഈസ് സഫിഷ്യന്റ്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 27-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കെല്ലാം അറിയാവുന്നതായ കാര്യമാണ്. 27-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, അവിടെ കപ്പൽ ഛേദത്തിലകപ്പെട്ടു, ആശയെല്ലാം പോയി, തങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അറ്റുപോയി. വളരെ നാളായി സൂര്യനെയും ചന്ദ്രനെയും കാണാനില്ല. കൊടുങ്കാറ്റിൻ്റെ ഇടയിൽപ്പെട്ട് കിടക്കുമ്പോൾ തൻ്റെ ഉടയവനും താൻ സേവിച്ചു വരുന്നവനുമായ ദൈവം അവൻ്റെ അടുത്ത് വന്ന് അവനെ ബലപ്പെടുത്തി. പൗലോസേ, നീ ധൈര്യപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞ് എൻ്റെ ദൈവം എന്നെ ബലപ്പെടുത്തി. എൻ്റെ ഭാരത്തിൽ എൻ്റെ ദൈവം എന്നെ ബലപ്പെടുത്തി. ദൈവത്തിന് സ്തോത്രം. എൻ്റെ യേശു എനിക്ക് മതിയായവനാണ്. എൻ്റെ ദൈവം എൻ്റെ അടുത്ത് വന്ന് എന്നെ ബലപ്പെടുത്തി, എൻ്റെ കൂടെയുള്ളവരെയും വിടുവിച്ചു. നാം ഓരോ രംഗങ്ങളിലുമായിരിക്കുമ്പോൾ നമുക്ക് അനുഭവങ്ങൾ തരുന്ന ഒരു ദൈവം. ഇപ്പോൾ പ്രിൻസിയേട്ടൻ്റെ കാര്യം പറഞ്ഞു, നാളെ ട്രീറ്റ്മെൻറ്റിനായിട്ട് പോകുന്നതായ കാര്യം പറഞ്ഞു. ഇല്ലേ, അനുഭവങ്ങളില്ലേ? എല്ലാവരും തീർന്നു എന്ന് കരുതിയതായ കാലങ്ങൾ, നാളുകൾ. അന്ന് എൻ്റെ യേശു എൻ്റെ അടുത്ത് വന്ന് എന്നെ ബലപ്പെടുത്തി, എനിക്ക് സൗഖ്യം തന്നു, എനിക്ക് ആശ്വാസം തന്നു, എൻ്റെ ആയുസ് നീട്ടി തന്നു. ആ യേശു എനിക്ക് മതിയായവനാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ഓരോ രംഗങ്ങളിലും അവൻ മതിയായവനായ ദൈവമാണ്. അതുകൊണ്ടാണ് യേശുവിനെ പ്രസംഗിക്കുന്നത്, അതുകൊണ്ടാണ് യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നത്.
അതുകൊണ്ടാണ് ഈ കർത്താവിൻ്റെ വേല ചെയ്യുന്നത്. ഏത് രംഗങ്ങളിലായിരുന്നാലും ഏതവസ്ഥയിലായിരുന്നാലും എൻ്റെ യേശു എനിക്ക് മതിയായവൻ തന്നെ. 28-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴോ, അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴോ ചത്തി വീഴുന്നത് കാണാൻ കാത്തിരിക്കുകയാണ്. ആ വിറകെടുത്ത് തീയിലേക്ക് ഇട്ടപ്പോൾ ഒരണലി പൗലോസിൻ്റെ കയ്യിൽ കൊത്തി. ചുറ്റും കൂടി നിൽക്കുന്നവരെല്ലാം ഇവൻ വലിയ എന്തോ ശാപഗ്രസ്തനാണ്, എന്തോ മഹാപാതകം ചെയ്തു വന്നവനാണ്, നീതി ദൈവം ഇവനെ കൈവിടുന്നില്ല, ഇവനെ കൈവിട്ട് കളഞ്ഞു. ചത്ത് വീഴുന്നത് കാണാൻ നോക്കി നിന്നവരുടെ ആരാധ്യപാത്രമാക്കി മാറ്റിയ ഒരു യേശുവുണ്ട്. ദൈവത്തിന് സ്തോത്രം. ചത്ത് വീഴുന്നത് തീർന്നു പോകുന്നത് കാണാൻ കാത്തിരിക്കുന്നവരുടെ മുമ്പിൽ അവരുടെ ആരാധ്യനാക്കി മാറ്റുന്ന ഒരു കർത്താവുണ്ട്. അതുകൊണ്ട് പൗലോസിലേക്ക് പറയാം, അല്ലയോ കൊലോസിയിലെ വിശ്വാസികളെ, നിങ്ങൾക്കും എൻ്റെ യേശു മതിയായവനാണ്. സമർത്ഥിക്കുകയാണ്, നിങ്ങൾക്ക് എൻ്റെ യേശു മതിയായവനാണ്. കാരണം ബഹുനിശ്ചയമുണ്ട്, നല്ല ഉറപ്പുണ്ട്. അവൻ എനിക്ക് മതിയായവനായിരുന്നു, എൻ്റെ കർത്താവ് എനിക്ക് മതിയായവനായിരുന്നു, എൻ്റെ യേശു എനിക്ക് മതിയായവനായിരുന്നു. ബഹുനിശ്ചയത്തോടുകൂടെ ദൈവത്തിന് സ്തോത്രം. തൻ്റെ ജീവിത അനുഭവങ്ങൾ അപ്പോസ്തലൻ പറയുകയാണ്. ഞാൻ വാക്കുകൾ നിർത്തട്ടെ, നമുക്ക് പ്രാർത്ഥിക്കുകയോട് ചെയ്യണമല്ലോ. യേശു മതിയായവനാണ്. ഏത് കാര്യത്തിനും മതിയായവനായ ഒരു യേശുവുണ്ട്. എല്ലാത്തിനും മതിയായവനായ യേശുവുണ്ട്. ഇത് പഠിച്ചു കേട്ട അറിവല്ല, ഇത് നാം പഠിച്ച തിയോളജിയോ അല്ല, നമ്മുടെ അനുഭവമാണ്. ദൈവത്തിൻ്റെ വചനം പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും പൂർണ്ണ ശക്തിയോടും കൂടെ, ഭയപ്പെട്ടും പേടിച്ചും ഒന്നുമല്ല, നല്ല ധൈര്യത്തോടെ ആത്മനിറവോടെ നിങ്ങളത് നിന്ന് പറഞ്ഞ്, അനുഭവത്തോടെ എന്ന് പറഞ്ഞ് വചനം ഫലം കായ്ക്കുന്നത് കാണാം. ഒരു വീട്ടിൽ ചെന്ന് ക്രിസ്തു തരുന്നതായ സമാധാനം അനുഭവിച്ചുകൊണ്ട്, ക്രിസ്തു തരുന്നതായ സമാധാന ഉള്ളത്തെ അനുഭവിച്ചുകൊണ്ട് ഒരു വ്യക്തി അടുക്കൽ കടന്നു ചെന്ന് യേശുവിനെക്കുറിച്ച് പറഞ്ഞ് ആ സമാധാന വ്യക്തിയിലേക്ക് പകരുന്നത് നമുക്ക് കാണാം. ദൈവത്തിന് സ്തോത്രം. ബഹുനിശ്ചയത്തോടുകൂടെ ചുമ്മാ പോയി പറയുകയല്ല, എൻ്റെ യേശു എൻ്റെ സ്വഭാവം മാറ്റിയെന്ന്. ഇല്ലാത്തത് പറയരുത്, ഇല്ലാത്തത് പറയരുത്, അതെല്ലാം ദോഷമായി തീരും. സുവിശേഷം ഫലം കായ്ക്കുന്നത് അനുഭവിക്കുന്നത് പറയുമ്പോഴാണ്. അനുഭവിക്കുന്നത് പറയുക. സാക്ഷി വചനമെന്ന് പറയും. നമുക്ക് അനുഭവിച്ചുകൊണ്ട് പറയണം, എൻ്റെ യേശു എനിക്ക് മതിയായവനാണെന്ന്, അവൻ വലിയവനാണെന്ന് അനുഭവിച്ചുകൊണ്ട് പറയാൻ, അവൻ പാപത്തിന് മേൽ ജയം തരുന്നവനാണ് എന്ന് അനുഭവിച്ചുകൊണ്ട് പറയാൻ, അവൻ സമാധാനം തരുന്നവനാണ് എന്ന് അനുഭവിച്ചുകൊണ്ട് പറയുവാൻ, അവൻ സൗഖ്യം തരുന്നവനാണ് എന്ന് അനുഭവിച്ചുകൊണ്ട് പറയാൻ അവൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. സാർ പറഞ്ഞതായ കാര്യങ്ങൾക്കുമായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ സ്തോത്രം, 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 സ്തോത്രം. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ കരുണയുള്ള കർത്താവേ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ നിൻ്റെ വചനം പഠിക്കുന്നത് ഞങ്ങൾ പണ്ഡിതന്മാരാകാനല്ല, നിൻ്റെ വചനം ഞങ്ങളുടെ ബ്രെയിനിൽ നിറയാനല്ല, ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയണം. ഞങ്ങളുടെ ബുദ്ധിയിൽ നിറയാനല്ല, ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയണം. കർത്താവേ, നിൻ്റെ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയുവാൻ, കർത്താവേ, ബുദ്ധിയിൽ പഠിക്കാനല്ല, ഹൃദയത്തിൽ നിറയ്ക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണം. കർത്താവേ, നിൻ്റെ വചനം ബഹുനിശ്ചയത്തോടും പരിശുദ്ധാത്മ നിറവോടും കൂടെ പൂർണ്ണ ശക്തിയോടും കൂടെ, കർത്താവെ, ഒന്നിലും പതറാതെ, ഒന്നിലും തളരാതെ, ഒന്നിലും കുലുങ്ങാതെ, ആരെല്ലാം എതിർത്താലും, ആരെല്ലാം ഒറ്റപ്പെടുത്തിയാലും, ആരെല്ലാം നിന്ദിച്ചാലും, കർത്താവെ, കൂടെ നിൽക്കാൻ ആരും ഇല്ലെങ്കിലും, കർത്താവെ, മീറ്റിങ്ങിൽ നിന്ന് ആളുകൾ വന്നില്ലെങ്കിലും, കർത്താവെ, ഞങ്ങൾ നല്ല ധൈര്യത്തോടുകൂടെ, ഹല്ലേലൂയ, 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 കർത്താവെ, നല്ല ധൈര്യത്തോടുകൂടെ, ഒരുപക്ഷെ ഞങ്ങൾ വിളിക്കുന്നവർ പലരും അതിനും കേൾക്കാൻ വരുന്നില്ല, മീറ്റിങ്ങുകളിൽ വരുന്നില്ല, താല്പര്യം കാണിക്കുന്നില്ല,
അവിടെ ഞങ്ങളുടെ ധൈര്യം കെട്ടുപോകാതെ പൂർണ്ണ ധൈര്യത്തോടു കൂടെ, ഇച്ചിരിയൊക്കെ ധൈര്യത്തോടെ അല്ല കർത്താവേ, പൂർണ്ണ ധൈര്യത്തോടും പരിശുദ്ധാത്മാ ശക്തിയോടും ബഹുനിശ്ചയത്തോടും കൂടെ നിന്റെ വചനം പറയാൻ നീ ഞങ്ങളെ ശക്തീകരിക്കണമേ, ഞങ്ങളെ എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് ഈ ശുശ്രൂഷയിലായിരിക്കുന്ന ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. ഞങ്ങളുടെ ഇടയിൽ രോഗികളുണ്ട്, ഞങ്ങളുടെ ഇടയിൽ ഭാരങ്ങളുള്ളവരുണ്ട്, ഞങ്ങളുടെ ഇടയിൽ പല പ്രശ്നങ്ങളാൽ വലയുന്നവരുണ്ട്. ഞങ്ങളറിയുന്നു കർത്താവേ, നീ സകലർക്കും എല്ലാവർക്കും എല്ലാത്തിനും മതിയായ ദൈവമാണ്. ഞങ്ങൾ ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങൾക്ക് സകലത്തിനും മതിയായ ഒരു ഉടയവനുണ്ടല്ലോ, ഞങ്ങളെ അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. പുതിയ സമർപ്പണത്തോടും പുതിയ കാഴ്ചപ്പാടോടും കൂടെ അവിടുത്തെ വേല ചെയ്യുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാ മഹത്വമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ.